بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ മക്കളെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളെ മദ്രസകളൊക്കെ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പാഠത്തിൽ വർക്ക് ബുക്കിലെ 2ാം ഭാഗം ദുറൂസിൻ്റെ ഭാഗത്തെ 16ാമത്തെ പാഠം, വർക്ക് ബുക്കിലെ 16ാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പാഠം ദുറൂസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, പങ്കായം പന്ത് എന്ന പാഠം. പ്രധാനമായും ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന മലയാള അക്ഷരങ്ങൾ, പഠിച്ച അക്ഷരങ്ങൾ കൂട്ടി 1-2 അക്ഷരങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ചേർന്ന് വരുന്ന അക്ഷരങ്ങളെക്കുറിച്ചാണ്. ഉദാഹരണം, പങ്കായം എന്നതിൽ കണ്ടില്ലേ നിങ്ങൾ, ങ്ക എന്ന്, അത് ങ്ക എന്നാണ് അത് പറയുക. അത് ശരിക്ക് 2 അക്ഷരം, ന് പ്ലസ് ഖ അല്ലേ, ങ്ക എന്നാണ്. പൻകായം എന്നല്ല, പങ്കായം. അതേപോലെ നമ്മുടെ ദുറൂസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു 4-5 വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ചില വാക്കുകൾ, ചില അക്ഷരങ്ങൾ കൂട്ടി വന്ന് അല്ലേ, സ്വന്തം എന്ന് പഠിച്ചിട്ടുണ്ട്, വിജ്ഞാനം പഠിച്ചിട്ടുണ്ട്, അജ്ഞാനം പഠിച്ചു, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷേ ഈ ഒരു വർക്ക് ബുക്കിലെ ഈ പാഠത്തിലൂടെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ വരുന്ന ഒരുപാട് അക്ഷരങ്ങളുണ്ട് കൂട്ടി വരുന്ന. അതാണ് നമ്മളിതിൽ നോക്കുന്നത്, പ്രധാനമായും നോക്കുന്ന അക്ഷരങ്ങൾ. ഈ പാഠത്തിൽ പ്രധാനമായും ആ കാര്യം തന്നെയാണ് വരുന്നത്. പിന്നെ വർക്ക് ബുക്കിൽ 2ാമത്തെ പേജിൽ വരുന്നത് ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ വന്ന പിക്ചർ തന്നിട്ട് അതിൻ്റെ പേര് എഴുതാനാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? പേജ് നമ്പർ 72 എല്ലാവരും തുറന്നു വെക്കണം. നോക്കൂ, പാഠം 16, പങ്കായം പന്ത്. ഇതിൽ 2 അക്ഷരം പഠിക്കുന്നത്, ങ്ക എന്നും ന്ത എന്നുമാണ് ഈ പിക്ചറിൽ നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉസ്താദ് പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ന് പ്ലസ് ക ങ്ക, ന് പ്ലസ് ത ന്ത, പന്ത് എന്ന്. പന്ത്, പനത്ത് എന്ന് പറയരുത്. കാരണം ഇത് 2ഉം കൂടി ചേർന്നിട്ട് മലയാളത്തിൽ എഴുതുമ്പോൾ പ എന്ന് എഴുതിയതിന് ശേഷം ഒരു അക്ഷരമല്ലേ വരുന്നുള്ളൂ. അതാണിത്, പന്ത്. നിങ്ങൾ മലയാളം എഴുതുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. മലയാളം എഴുതിയിട്ട് ഇത് എഴുതി പഠിക്കുക, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഇനി താഴെ അതുപോലെ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. അതാണ് ഈ താഴെ വരുന്നതൊക്കെ. ഉസ്താദ് വായിച്ചു തരാം, നോക്കുക. ന് പ്ലസ് ക ങ്ക, പങ്ക. നമ്മളിവിടെ പഠിച്ച പങ്കായമത്തിൽ എന്ന് പഠിച്ചത് ആ ഒരു അക്ഷരം ങ്ക കണ്ടില്ല നിങ്ങൾ? മലയാളത്തിലെ ങ്ക എന്നുള്ള അക്ഷരം വരണമെങ്കിൽ നൂനിന് സുക്കൂനും പ്ലസ് ഖ എന്നും ചേർക്കുക, 2ഉം കൂടി കണ്ടില്ലേ? ഇത് 2ഉം ചേർത്താൽ ഇങ്ങനെ എഴുതും. ഇതാണ് ങ്ക എന്നത്. ഇനി 2ാമത്തത് ത് പ്ലസ് റ, ത്ര. കണ്ടില്ലേ? ത്ര, സൂത്രം. എത്ര എന്ന് ചോദിക്കുക, സൂത്രം. ഓക്കെ, അപ്പം സൂത്രം കണ്ടില്ലേ? സൂത്രം, അതാണ് ഈ ത്ര എന്നുള്ള അക്ഷരം. മറ്റൊന്ന് ന് പ്ലസ് ത, ന്ത. ഈ ഒരു അക്ഷരം ന്ത, സ്വന്തം. പന്ത്, സ്വന്തം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ന് പ്ലസ് ഡ, ണ്ട. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഏത് പാഠത്തിലാണ്? ണ്ട പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. വണ്ടി എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ അക്ഷരം. അതും 2 അക്ഷരം കൂടിയിട്ടാണ്, ന് പ്ലസ് ഡ എന്നുള്ള ഈ 2 അക്ഷരം കൂടിയിട്ടാണ് ണ്ട. തൊണ്ട, വണ്ടി, അങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ, വാക്കുകൾ വരുന്നുണ്ട് അല്ലേ? ഇനി അടുത്തത് ഷ് പ്ലസ് റ, ശ്ര. കണ്ടില്ലേ നിങ്ങൾ? ശ്ര, വിശ്രമം. വേറൊരു വാക്ക് പരിശ്രമം അല്ലേ? അങ്ങനെ ശ്രമിക്കുക, അങ്ങനെ പലതും വരും. ശ്ര എന്നുള്ള ഈ ഒരു ഷ് പ്ലസ് റ 2 അക്ഷരം കൂടി എഴുതുമ്പോഴാണ് മലയാളത്തിലെ ശ്ര എന്നുള്ള അക്ഷരം വരിക. ഇനി അടുത്തത് എൻ്റെ മക്കൾ അതിൻ്റെ നോക്കൂ, താഴെ ക്ക്, കാഫിന് സുക്കൂൻ പ്ലസ് വ, പക്വത. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട് അല്ലേ? പക്വത, ക എന്നാണ്. കിവ എന്ന് വായിക്കരുത്,
ക്വ എന്ന് ശരിക്കും 2 അക്ഷരമാണെങ്കിലും വായിക്കുമ്പോൾ ക്വ, പക്വത. അക്വേറിയം കണ്ടില്ലേ, അക്വേറിയം, അതൊക്കെ ഇങ്ങനെയാണ് വരിക. ഇനി മലയാളം അടുത്തത് ണ്. ണ എന്നതിന് സുക്കുൻ, ണ് പ്ലസ് ര, ര എന്നുള്ള അക്ഷരം. എൻ്റെ, എൻ്റെ, ന് പ്ലസ് ര, എൻ്റെ എന്നുള്ള ര എന്നുള്ള അക്ഷരമാണ് ഇത് വരുന്നത്. എൻ്റെ, അതായത് നമ്മൾ എൻ്റെതെന്ന് പറയില്ലേ, ആ ഒരു അക്ഷരം എൻ്റെ, അവൻ്റെ, അങ്ങനെ ര എന്നുള്ള അക്ഷരം വരും. ഇനി അടുത്തത് ക് പ്ലസ് ഷ, ക്ഷ, ക്ഷമ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട് അല്ലേ, ചിലതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വന്നതാണ് അല്ലേ, ഉസ്താദ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും. ക് പ്ലസ് ഷ, ഏത് ഷ ആണ് ഇത്? പുഷ്പം എന്നതിലെ ഷ. വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. ക്ഷ എന്ന് വായിക്കുക, ഒറ്റ ക്ഷ, രണ്ടും കൂടി ഒരുമിച്ച് വായിക്കണം. ക്ഷ, ക്ഷമ, ക്ഷീണം, അങ്ങനെ പല വാക്കുകൾ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ന്, നൂന് സുക്കുൻ, ന് പ്ലസ് ദ, രണ്ടും കൂടി കൂട്ടിയാൽ ദ, ബന്ധം, ബന്ധം, ബന്ധം. ദായാണ്, സാധാരണ ദായല്ല. ഓക്കെ, ന് പ്ലസ് ദ, ബന്ധം. എഴുതുമ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലേ, നൂനിങ്ങനെ വന്നിട്ടുണ്ട്, ശേഷം മറ്റേ ദായും. ഓക്കെ, അപ്പം ദ, ബന്ധം. ഇനി അടുത്തത് ഇങ്ങോട്ട് നോക്കൂ, ണ്, ണ് പ്ലസ് ഡ, ഡ, മണ്ഡലം, മണ്ഡപം, മണ്ഡലം. കണ്ടില്ലേ, ഇതാണ് ണ് പ്ലസ് ഡ. ഇനി അടുത്തത് ണ് പ്ലസ് ഡ. ഏത് ഡാണ്? ഇത് രണ്ടും മാറ്റുണ്ട്. ഇത് ഡയറിയുടെ ഡാണ് ആദ്യം പറഞ്ഞത് ഡ. ഇത് പാഠം എന്നതിലെ ഡായാണ്, പഠനം, പാഠം എന്നത്. രണ്ടും മാറ്റുണ്ട് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഈ ഡ മലയാളത്തിൽ ഇങ്ങനെയാണ് വരിക, ണ് പ്ലസ് ഡ, രണ്ട. ഇത് ഇങ്ങനെയും വരും, ഖണ്ഡം, ഖണ്ഡം. ഓക്കെ, ഇനി അടുത്തത് ന്, സാധാരണ നൂന് സുക്കൂന്, ന് പ്ലസ് ത, തഹ എന്നല്ല ഥ എന്നാണ്. ഇത് ഇവിടെ തഹ എന്ന് വരില്ല, ഈ ഫത്തൻ്റെ ഥ, ന് പ്ലസ് ത, ന്ധ. കണ്ടില്ല നിങ്ങൾ, ഈ ഹാന് ഫതഹ് ഉണ്ടാവില്ല കേട്ടോ. ഇത് വന്ന മിസ്റ്റേക്കാണ്, എൻ്റെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ മെല്ലെ മായ്ച്ചാൽ മതി. മായ്ക്കണം എന്നല്ല, ജസ്റ്റ് ഒരു റെഡ് മഷിയായിട്ടോ എന്തായിട്ടെങ്കിലും വലിയ വൈറ്റ്നറായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഈ ഫതഹ് എവിടെ ഇട്ടാൽ മതിയാരോ, ഇവിടെ ശരിക്കും ഒരു ഫതഹ് വരും, അത് പ്രിൻറ്റിങ്ങിൽ മാറിപ്പോയതാണ്. അപ്പം ന് പ്ലസ് ഥ, ന്ധ, ഗ്രന്ഥം. ഓക്കെ, ഗ്രന്ഥം. ന് പ്ലസ് സാധാരണ ധ, നമ്മളെ സാധാരണ ധ, ചന്ദനം, ചന്ദനം, ചന്ദനം. മനസ്സിലാക്കണം, എന്താന്ന് പറയില്ല, ന, ചന്ദനം. അടുത്തത് ഖ് പ്ലസ് യ, ക്യ, ക്യ, വാക്യം, വാക്യം. ഓക്കെ, ക്യ എന്ന് വായിക്കൂലേ, ക്യ, വാക്യം. ഇനി അടുത്തത്, ഇനി ഇതിൽ മാണിക്യം എന്നൊക്കെ പറയില്ലേ, മാണിക്യം, വാക്യം, അങ്ങനെ പല വാക്കുകളുണ്ട്. നിങ്ങൾ ഉസ്താദ്, ക്ലാസ് ഉസ്താദ്, അതുപോലെ തന്നെ രക്ഷിതാവൊക്കെ കൂടുതൽ പറഞ്ഞു തരും. അടുത്തത് മ്, സുക്കൂന്, മീമിന് സുക്കൂന് കൊടുത്ത മ് പ്ലസ് ഭ,ംഭ,ംഭ എന്നുള്ള ഈ ഒരു അക്ഷരം. മലയാളത്തിലെംഭ എന്നുള്ള അക്ഷരം കിട്ടണമെങ്കിൽ മ് പ്ലസ് ഭായാണ് ചേർക്കേണ്ടത്, ഭായല്ല ഭ. പമ്പരം, പമ്പരം അല്ലേ, പമ്പരം. വേറൊന്നോ, അമ്പിളി അല്ലേ, പാമ്പ്, പാമ്പ്. കണ്ടില്ലേ, ഭ. അടുത്തത് ല് പ്ലസ് ഭ, ഭ, അത്ഭുതം, അത്ഭുതം. ഇതാ ഈ ഒരു മലയാള അക്ഷരം വരാൻ ഏതാണ്? ല് പ്ലസ് ഭ, ഭരണിയുടെ ഭയാണ് ചേർക്കേണ്ടത്. അടുത്തത് ഖ് പ്ലസ് യ, ക്യ. ഖ് ഏതാണ്? മുഖം, നഖം എന്നതിലെ കാല്, അതിന് സുക്കൂന് പ്ലസ് യ, ക്യ. മുഖ്യമന്ത്രി അല്ലേ, മുഖ്യമന്ത്രി. ഈ അക്ഷരം നോക്കിയാൽ മതി, ഈ ക്യ കണ്ടാൽ തന്നെ ഏത് ക എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഞ്, ഞ എന്നതിന് സുക്കൂന്, ഞ് പ്ലസ് ച, ഞ്ച, കൊഞ്ച്, അഞ്ച്, മഞ്ച് എന്നൊക്കെ പലതും എഴുതില്ല. അതേപോലെ ഞ്ച എന്നുള്ള അക്ഷരം കിട്ടാൻ ഈ 2 അക്ഷരങ്ങൾ ചേർക്കണം. അപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം, എല്ലാം നമ്മൾ പഠിച്ച അക്ഷരം തന്നെയാണ്, പക്ഷേ നമ്മൾ പഠിച്ചതിൽ 1-2 അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മലയാളത്തിലെ കൂട്ടി വരുന്ന അക്ഷരങ്ങളാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ഇപ്പോൾ നോക്കിയിട്ടുള്ളത്. ഇനി അടുത്ത പേജിൽ നിങ്ങൾക്ക് വരുന്ന വർക്ക്
ചിത്രം നോക്കി അറബി മലയാളത്തിൽ പേര് എഴുതാനാണ്. നമ്മളിതിൽ ഈ ചിത്രം മുഴുവൻ നമ്മൾ പഠിച്ചതാണ്. എല്ലാ ചിത്രവും നമ്മൾ ഓരോ പാഠത്തിൽ പഠിച്ചതാണ്. ചിത്രം കണ്ട് ഉസ്താദ് പറഞ്ഞു തരാം. അത് നിങ്ങൾ അറബി മലയാളത്തിൽ എഴുതണം. കണ്ണ്, കണ്ണ്, വാഴപ്പഴം, ചക്രം, ഞാറ്, കുട, പുഷ്പം, ഘടികാരം, പങ്കായം, കാർഡ്, പന്ത്. ഇതെല്ലാം കഴിഞ്ഞ ഓരോ പാഠത്തിൻ്റെയും ഹെഡിങ്ങുകളാണ്. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ അറബി മലയാളത്തിൽ നിങ്ങൾ ഇതാ. രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ അവരെ കൊണ്ട് ഇതിൽ എഴുതിപ്പിക്കുക. അത് ഒരു റഫിൽ അവരെ ഈ ഫോട്ടോ കാണിച്ച് എഴുതിപ്പിക്കുക. തെറ്റുള്ളത് നിങ്ങൾ തിരുത്തി ക്ലിയർ ആക്കി കൊടുത്ത് അത് ഇതിലേക്ക് പകർത്തി എഴുതാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ വരും. ഇതേപോലെ ചിത്രം തന്നിട്ട് കള്ളി തരും. അതിൻ്റെ പേര് എഴുതാൻ വരും. അപ്പം നിങ്ങളെ മക്കൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു വർക്ക് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് കൈകാര്യം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.